നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 4ാമത്തെ മൊഡ്യൂളായ സെയിൽ ഓഫ് ഗുഡ് ആക്ട് 1930 എന്ന മൊഡ്യൂളാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ആദ്യം തന്നെ പറയാം, കാരണം ഇതിനകത്ത് ഒരുപാട് essay ക്വസ്റ്റ്യൻസ് ആയാലും 2 മാർക്ക് 1 മാർക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയാലും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള ഒരുപാട് ടേമുകൾ പഠിക്കാനുണ്ട്. വാറണ്ടി, കണ്ടീഷൻസ്, അങ്ങനെയുള്ള പിന്നെ അൺപെയ്ഡ് സെല്ലർ, അങ്ങനെ പിന്നെ ക്യാവി ടെംപ്റ്റർ, അങ്ങനെ ഒരുപാട് ടേമുകൾ പഠിക്കാനുണ്ട്. അതിലെ വാറന്റിയും കണ്ടീഷൻസും ഒരുപാട് വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് മൊഡ്യൂൾ 4 ആയ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നുള്ളത് നോക്കാം. The Sale of Goods Act came into force on 1st July 1930. അപ്പോൾ ആദ്യം തന്നെ അതൊരു 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നത് എന്നാണ് എന്നുള്ളത്. അപ്പം 1930 ആണെങ്കിലും അതിൻ്റെ ഡേറ്റും മന്തും കൂടെ പഠിച്ചിരിക്കുക. 1st July 1930 ആണ്. ഇറ്റ് എക്സ്റ്റെൻഡ് ദ ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇത്. Now all the legal provisions relating to the sale of movable goods are contained in the Sale of Goods Act 1930. അപ്പം എന്തിനാണ് ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഏതൊരു മൂവബിൾ ഗുഡ്സിൻ്റെ വിൽപ്പനയും ഈ ആക്ട് പ്രകാരമേ നടത്താൻ പാടുള്ളൂ. മൂവബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൈമാറ്റം ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ്. മൂവബിളും ഉണ്ട്, ഇമ്മൂവബിളും ഉണ്ട്. ഇമ്മൂവബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അതല്ലാത്ത നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഗുഡ്സിൻ്റെയും സെയിൽസോ അല്ലെ പർച്ചേസ്, അതിൻ്റെ എക്സ്ചേഞ്ച് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺട്രാക്ട് ഓഫ് സെയിലാണ്. കോൺട്രാക്ട് ഓഫ് സെയിലും എഗ്രിമെന്റ് ടു സെൽ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ, നമ്മൾ സെയിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്ട് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഈ ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു കോൺട്രാക്റ്റ് ആണ്. by which the ownership of movable goods is transferred from the seller to the buyer. അപ്പോൾ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ, സെല്ലറിൻ്റെ ഓണർഷിപ്പ് അല്ലെ സെല്ലറിൻ്റെ അധികാരത്തിലുള്ള ഗുഡ്സ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ബയറിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലറിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് ബയർ വാങ്ങിക്കുന്നു. അപ്പോൾ ഇവിടെ പൈസ കൊടുത്ത് ആ സാധനം ഓണർഷിപ്പ് ആരിലോട്ട് പോകുന്നു, സെല്ലറിൽ നിന്നും ബയറിലോട്ട് പോകുന്ന ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്, ദാറ്റ് ഈസ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ടു ദി ബയർ. അപ്പോൾ ഇവിടുത്തെ പിന്നെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിയമപരമായിട്ടും ഓണർഷിപ്പ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം മീനിങ് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ബയറിൻ്റെ ഓണർഷിപ്പിലുള്ള, ബയറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനം സെല്ലറിൻ്റെ ഉടമസ്ഥതയിലോട്ട്, ഓണർഷിപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷനിലോട്ട് നോക്കാം. ഡെഫിനിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 4 സബ്സെക്ഷൻ 1 എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട്. ആദ്യം തന്നെ എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് വിൽക്കാനുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. എങ്ങനെയുള്ള കോൺട്രാക്റ്റ് ആണ്, വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ്. അപ്പം ഒരു സെല്ലർ അയാളുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അത് പിന്നെ എന്താണ് എഗ്രി ചെയ്യാണ്, ഒന്നിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒന്നിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് എഗ്രി ചെയ്യുകയോ ചെയ്യുന്നു. അതും എങ്ങനെയായിരിക്കണം, ഫോർ എ പ്രൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ ചെയ്യാമെന്ന് മാത്രം എഴുതിയാൽ പോരാ, അത് എങ്ങനെയായിരിക്കണം, സെല്ലർ ബയറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു വിലയ്ക്കായിരിക്കണം. ഇത് സെല്ലർ ബയറിലോട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബയർ തിരിച്ച് അതിൻ്റെ വില ആർക്ക് കൊടുക്കണം, സെല്ലറിന് കൊടുക്കണം. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പം വളരെ എളുപ്പമാണ് പഠിക്കാൻ. കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്, വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ, ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു.
അപ്പോൾ ചിലരാണെങ്കിൽ എന്താണ് ഫ്യൂച്ചറിലേക്ക് ഇപ്പം ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല, ഫ്യൂച്ചറിലോട്ടായിരിക്കും 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ അടുത്ത മാസം തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കച്ചവടം നടക്കുന്നത്. ചിലരാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാണ്. അതാണ് ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഉടൻ തന്നെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യാം. ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദ ബയർ. ആരിലേക്കാണ്? ടു ദ ബയറിലേക്ക്. അത് എങ്ങനെയായിരിക്കണം? ഫോർ എ പ്രൈസ്, ഒരു വിലയ്ക്കായിരിക്കണം. ഇതാണ് കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റിനകത്തും പാർട്ടീസ് അല്ലെങ്കിൽ വ്യക്തികളുണ്ട്. ഈ കോൺട്രാക്റ്റിലും പാർട്ടീസ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം, സെല്ലറും ബയറും ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് പാർട്ടീസ് ടു ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ വിൽപ്പന എന്ന് പറയുന്ന കോൺട്രാക്റ്റിലെ വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്. ഒന്ന് ബയറും മറ്റൊന്ന് സെല്ലറുമാണ്. അപ്പോൾ ആരാണ് സെല്ലർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സെൽ ഓർ എഗ്രി ടു സെൽ ദ ഗുഡ്സ് ഈസ് നോൺ ആസ് സെല്ലർ. ആരാണോ ഗുഡ്സ് വിൽക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത്, അയാളെയാണ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഗുഡ്സ് വിറ്റാലോ അല്ലെങ്കിൽ വിൽക്കാം എന്ന് സമ്മതിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ സെല്ലർ എന്ന് പറയുന്നു. ഇനി ബയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആരാണോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങാമെന്ന് എഗ്രി ചെയ്യുന്നത് അയാളെ ബയർ എന്നും പറയുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഡെഫിനേഷനകത്ത് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 2 തരം കോൺട്രാക്ട് ഓഫ് സെയിലാണുള്ളത്. ഒന്ന് അബ്സല്യൂട്ടും മറ്റൊന്ന് കണ്ടീഷണലുമാണ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഒരു ബയർ പൈസ കൊടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗുഡ്സ് ബയർക്ക് കൊടുക്കുന്ന ആ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനെ നമുക്ക് അബ്സല്യൂട്ട് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാം. കാരണം അവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ്. എന്നാൽ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഫ്യൂച്ചറിലായിരിക്കും ഗുഡ്സ് അതായത് നമ്മൾ എഗ്രി ചെയ്യാണ്, ഗുഡ്സ് കൈമാറ്റം ചെയ്യാം എന്ന് എഗ്രി ചെയ്യാണ്. അവിടെ പെട്ടെന്നൊന്നും തന്നെ ബയറിന് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് കണ്ടീഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ 2 തരം ഉണ്ട്, അബ്സല്യൂട്ടും കണ്ടീഷണലും ആണ്. അല്ലെ അബ്സല്യൂട്ട് സെയിൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി. അതായത് സെല്ലറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഗുഡ്സ് പെട്ടെന്ന് തന്നെ ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ടൊക്കെ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അതെന്താണ്? അബ്സല്യൂട്ടാണ്. കാരണം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? സെല്ലറിന്റെ കടയിലിരിക്കുന്ന ഗുഡ്സ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗുഡ്സ് സെല്ലർ നമുക്ക് തരികയാണ്. അപ്പോൾ അപ്പം തന്നെ നടക്കുന്നതുകൊണ്ട് അതിനെ അബ്സല്യൂട്ട് എന്ന് പറയാം. എന്നാൽ കണ്ടീഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഡസ് നോട്ട് പാസ് ടു ദി ബയർ അബ്സല്യൂട്ട്ലി അൺടിൽ സർട്ടൺ കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, ചില കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അവർ പറയുന്ന എന്തെങ്കിലും കണ്ടീഷൻസും കൂടെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നുള്ളൂ? സെല്ലർ നമ്മളിലേക്ക് തരുന്നുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സ് സെല്ലർ ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല, കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടീഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. Then the term contract of sale is a general term and it includes both the sale and the agreement to sell. അപ്പം ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വിൽപ്പനയുടെ കരാറാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. അത് തന്നെ 2 തരത്തിലുണ്ട്. ആക്ച്വൽ സെയിലും ഉണ്ട്, അതായത് ഉടൻ തന്നെ നടക്കുന്ന സെയിലിനെ നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയും. അല്ലാതെ എഗ്രിമെന്റ് ടു സെയിൽ, വിൽക്കാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്ട് ഓഫ് സെയിൽ. അപ്പം ഇതിനെ 2നെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒറ്റ ടേമിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അപ്പം ഈ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ 2 ഭാഗങ്ങളാണ്, ഒന്ന് സെയിലും മറ്റൊന്ന് എഗ്രിമെന്റ് ടു സെല്ലും. അപ്പം നമുക്കതിന് എന്താണെന്ന് നോക്കാം. അപ്പം സെയിൽ എന്താണ് എഗ്രിമെന്റ് ടു സെല്ല് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് സെയിൽ എന്താണ്, എഗ്രിമെന്റ് ടു സെൽ എന്താണെന്ന് നോക്കാം. സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? ഒരു ബയർ ഒരു സെല്ലറിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബയർ സെല്ലറിലോട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. Okay, sale means the ownership of the goods is immediately transferred from a seller to the buyer. സെല്ലറിന്റെ കയ്യിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. The term sale is defined in section 4 subsection 3 of the Sale of Goods Act. നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെയിൽ എന്താണ് എന്ന് പറയുന്നത് സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ആണ്. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്ന് പറയുന്നത് സെക്ഷൻ 4 സബ്സെക്ഷൻ 1 ആണെങ്കിൽ സെയിൽ എന്താണ് എന്ന് പറയുന്നത് സെക്ഷൻ 4ൽ തന്നെ സബ്സെക്ഷൻ 3ലാണ്. ഇനി എന്താണ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെയിലിനെ പറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം.
Where under a contract of sale, the transfer of property in the goods is transferred from the seller to the buyer, the contract is called a sale. അതായത് കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് സെല്ലറിന്റെ കയ്യിൽ നിന്നും ബയറിലോട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്താൽ ആ കോൺട്രാക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയും? സെയിൽ എന്ന് പറയും. അതായത് ഒരാളുമായിട്ട് ഒരു സെയിലിനുള്ളൊരു കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? സെയിൽ. കാരണം ആ സെല്ലറിന്റെ കയ്യിലുള്ള ഗുഡ്സ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്താലേ നമുക്കതിനെ വിൽപ്പന നടന്നു എന്ന് പറയാൻ പറ്റും, സെയിൽ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓൺ 1st December എ സെൽ ഹിസ് കാർ ടു ബി ഫോർ 1 lakh. ഡിസംബർ 1-ാം തീയതി എ അയാളുടെ കാറ് 1 ലക്ഷം രൂപയ്ക്ക് ബിക്ക് വിറ്റു. ഇറ്റ് ഈസ് എ സെയിൽ. കാരണം ഇതൊരു സെയിലാണ്. കാരണം ബിക്കോസ് ദി ഓണർഷിപ്പ് ഓഫ് ദി കാർ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി ഫ്രം എ ടു ബി. ഇവിടെ ഓണർഷിപ്പ് എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറ് ബി എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് നമുക്കിതിനെ എന്തെന്ന് പറയും? സെയിൽ എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എഗ്രിമെന്റ് ടു സെൽ. എന്താണ് എഗ്രിമെന്റ് ടു സെൽ? അപ്പൊ നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ 2 ഡിവിഷനാണ് സെയിലും എഗ്രിമെന്റ് ടു സെല്ലും. അതിൽ എഗ്രിമെന്റ് ടു സെൽ എന്താണെന്നാണ് പറയുന്നത്. Agreement to sell means the transfer of legal ownership of goods is to take place at a future date or subject to the fulfillment of certain condition. നമ്മൾ നേരത്തെ പറഞ്ഞതില്ലേ അബ്സല്യൂട്ടും കണ്ടീഷനും, അതുപോലെ തന്നെയാണ് എഗ്രിമെന്റ് ടു സെല്ല് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആ ഗുഡ്സിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്യൂച്ചർ ഡേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ നമുക്കതിനെ എഗ്രിമെന്റ് സെൽ, വിൽക്കാം എന്ന് പറയുന്ന എഗ്രിമെന്റ് മാത്രമാണ്, വിൽപ്പന നടന്നിട്ടില്ല. എഗ്രിമെന്റ് ടു സെൽ. ഇനി എഗ്രിമെന്റ് ടു സെൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 4 സബ്സെക്ഷൻ 3-ലാണ്. അതെന്താണെന്ന് നോക്കാം. Where under a contract of sale, the transfer of property in the goods is to take place at the future time or subject to some conditions thereafter to be fulfilled, the contract is called an agreement to sell. കോൺട്രാക്ട് ഓഫ് സെയിലിൽ തന്നെ നമ്മൾ ഒരു സെല്ലറിന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ സെല്ലറിന്റെ ഓണർഷിപ്പിലുള്ള ഒരു ഗുഡ്സ് ഫ്യൂച്ചറിൽ ബയറിന് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രം ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നോ പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിനെ നമുക്ക് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയാനേ സാധിക്കും. കാരണം വിൽപ്പന നടത്താം എന്നുള്ള എഗ്രിമെന്റ് മാത്രമാണ്, അവിടെ വിൽപ്പന നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. On 1st January, A agreed to sell his car to B for 1 lakh on 1st March. ഇവിടെ 1st Januaryയിൽ എ ബിയോട് പറയാണ് മാർച്ച് 1-ന് എന്ത് ചെയ്യാം? 1 ലക്ഷം രൂപയ്ക്ക് എൻ്റെ കാറ് തരാം. This is an agreement to sell because the transfer of ownership of car take place only at a future date. അപ്പോൾ ഇവിടെ 1-ാം തീയതി ജനുവരി 1-ാം തീയതി എയും ബിയും ചേർന്നിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാർച്ച് 1-ന് കാറ് വിൽക്കാം എന്ന് മാത്രമാണ്. അല്ലാതെ ജനുവരി 1-ന് തന്നെ കാറ് കൈമാറ്റം ചെയ്യുന്നില്ല. അവിടെ എഗ്രിമെന്റ് മാത്രമേ എഴുതുന്നുള്ളൂ. കാറിന്റെ കൈമാറ്റം നടക്കുന്നത് മാർച്ച് 1-ന്. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് വരുന്ന 2 ക്ലാസിഫിക്കേഷൻ. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിലും എഗ്രിമെന്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി സെയിലും എഗ്രിമെന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മൊത്തം 6 പോയിന്റ്സ് ആണുള്ളത്. അപ്പം നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കോൺട്രാക്ട്. അതായത് ഒരു സെല്ലറും ബയറും തമ്മിലുള്ള കോൺട്രാക്ട് കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗുഡ്സ് സെല്ലറിന്റെ കയ്യിലുള്ള ഗുഡ്സിന്റെ ഓണർഷിപ്പ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയും? സെയിൽ എന്ന് പറയും. അപ്പോൾ ഈ ഗുഡ്സിന്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് കൈവശം ആരുടെ, ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഗുഡ്സ് വാങ്ങിയിട്ട് ആ ഗുഡ്സ് കടയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ പോലും ആ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ബയറിനാണ്. അപ്പോൾ ഗുഡ്സ് ആരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളതല്ല പറയുന്നത്. സെയിൽ എന്ന് പറയണമെങ്കിൽ അതിന്റെ ഓണർഷിപ്പ്, അതായത് അതിന്റെ അവകാശം ആര്? സെല്ലറിൽ നിന്നും ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സെയിൽ എന്ന് പറയാം. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ല് എന്ന് പറയുമ്പം ദി ഓണർഷിപ്പ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ഓൺലി അറ്റ് സം ഫ്യൂച്ചർ ടൈം ഓർ ആഫ്റ്റർ ദി ഫുൾഫിൽമെന്റ് ഓഫ് സെർട്ടൺ കണ്ടീഷൻസ്. എഗ്രിമെന്റ് ടു സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ ഫ്യൂച്ചർ ഡേറ്റിലോ ഭാവിയിൽ ഏതെങ്കിലും ഒരു ദിവസമോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നു.
പിന്നെ അടുത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയ് ആഫ്റ്റർ ദി എഗ്രിമെന്റ് ദ ലോസ് ഫാൾ ഓൺ ദി ബയർ ഈവൻ ദോ ദി ഗുഡ്സ് ആർ വിത്തിൻ ദി പൊസഷൻ ഓഫ് ദി സെല്ലർ. ഇവിടെ പറയുന്നത് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം വാങ്ങി, എന്നിട്ട് ഞാനത് പെട്ടെന്ന് എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ ആ കടയിൽ തന്നെ വെച്ചു. കാരണം നാളെയാണ് എനിക്ക് അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറയണേ കടയിൽ വാങ്ങിച്ചു, പൈസ കൊടുത്തു, ആ ഗുഡ്സ് പാക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ആ കടയിൽ തന്നെ വെച്ചിട്ട് ഞാൻ പോയി. പിറ്റേ ദിവസം വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഗുഡ്സ് താഴെ വീണ് അതിന് ഡാമേജ് സംഭവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ഡാമേജ് സംഭവിച്ചാൽ ആ നഷ്ടം ഞാൻ തന്നെ നികത്തേണ്ടത്, അതായത് ബയ്യറായ ഞാൻ തന്നെ ആ നഷ്ടം വഹിക്കണം. കാരണം ഞാൻ പൈസ കൊടുത്ത് അതിന് ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയ്യറായ എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗുഡ്സ് താഴെ വീണ് പൊട്ടുകയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ അതിനെന്താ ഡാമേജ് സംഭവിക്കുകയോ ചെയ്താൽ അത് സെല്ലറിന് ഉത്തരവാദിത്വം, എനിക്ക് അതിന് പകരം വേറെ തരണം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയ് ആഫ്റ്റർ ദി എഗ്രിമെന്റ്, ആ എഗ്രിമെന്റിന് ശേഷം ആ ഗുഡ്സിന് വല്ല ഡാമേജസ് സംഭവിച്ചാൽ ആ ലോസ് എന്ന് പറയുന്നത് ബയ്യറായ ഞാൻ തന്നെ വഹിക്കണം. അത് സെല്ലറിന്റെ അതിന്റെ പൊസഷൻ, ആ ഗുഡ്സ് ആരുടെ കയ്യിൽ ഇരുന്നാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ആ നഷ്ടവും ഏറ്റെടുക്കേണ്ടത് ബയ്യറായ ഞാൻ തന്നെ ആയിരിക്കണം. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിൽ പറയുന്നത് ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയ് ആഫ്റ്റർ ദി എഗ്രിമെന്റ് ടു സെൽ ദ ലോസ് ആസ് എ റൂൾ ഫാൾ ഓൺ ദി സെല്ലർ. ഇപ്പം ഞാനൊരു കടയിൽ ചെന്ന് ഒരു ഗുഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണം ഞാൻ നാളെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു. പക്ഷേ ആ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ആ നഷ്ടം ആർക്ക് തന്നെയാണ്? സെല്ലറിന് തന്നെയാണ്. കാരണം ഞാനിത് വാങ്ങാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് തന്നെയാണ്? സെല്ലറിന് തന്നെയാണ്. അപ്പോൾ ആ ഗുഡ്സിന് വല്ല ഡാമേജ് സംഭവിച്ചാൽ എനിക്ക് ആ ഡാമേജസോ അല്ലെങ്കിൽ ആ ലോസോ ഞാൻ വഹിക്കേണ്ടതായിട്ട് വരത്തില്ല. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മൂന്നാമത് പറയുന്നത് സെയില് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടഡ് ആണ്, എന്ന് വെച്ചാൽ നടപ്പിലാക്കി കഴിഞ്ഞ കോൺട്രാക്റ്റ് ആണ്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ല് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടറി ആണ്, എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മാത്രം ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ സെയിൽ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടഡ് ആണ്, നടപ്പിലായി കഴിഞ്ഞതും. മറ്റേത് എക്സിക്യൂട്ടറി ആണ്. പിന്നെ പറയുന്നത് ഇഫ് ദ ബയർ ഫെയിൽ ടു പേ ദി പ്രൈസ് ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദി പ്രൈസ്. ഇനി ഇവിടെ സെയിൽസിൻ്റെ ഒരു പ്രത്യേകത, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട്, ഇപ്പം 1000 രൂപയുടെ സാധനമാണ്, ഞാനൊരു 500 രൂപ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു ആ ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി. ബാക്കി പൈസ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കുകയോ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ റിക്കവർ ചെയ്യാനുള്ള അധികാരം സെല്ലറിന്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിൽ പറയുന്നത് ഇഫ് ദ ബയർ ഫെയിൽ ടു അക്സെപ്റ്റ് ആൻഡ് പേ ഫോർ ദി ഗുഡ്സ് ദ സെല്ലർ ഈസ് ഓൺലി എൻറ്റൈറ്റിൽഡ് ടു ഡാമേജ്. അതായത് ഇപ്പം ഞാൻ ഒരു കടയിൽ ചെന്നൊരു ഗുഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പൈസ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ കാരണം അയാൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഗുഡ്സ് അതിലും വില കൂടി ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വന്നതാണ്, ഞാൻ വാങ്ങിക്കാമെന്ന് വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അയാൾ വേറൊരാൾക്ക് കൊടുക്കാതെ പോയത്. പക്ഷെ എന്നാൽ ഞാൻ പിന്നീട് പറയുകയാണ് എനിക്കത് വേണ്ടെന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് എന്താണ്, ആ ഗുഡ്സ് വിറ്റിരുന്നെങ്കിൽ നല്ല എമൗണ്ട് കിട്ടിയേനെ. അപ്പം ഞാൻ കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഉണ്ടായ ചെറിയൊരു ഡാമേജ് അല്ലെ, അതിന് അയാൾക്ക് എന്ത് ചെയ്യാം, എനിക്കെതിരെ ക്ലെയിം കൊടുക്കാവുന്ന അല്ലെ കേസ് കൊടുക്കാവുന്നത് ആണല്ലേ, എൻ്റെ നിന്ന് റിക്കവർ ചെയ്യാവുന്നത് ആണ്. എന്ന് വെച്ചാൽ ഫുൾ പറ്റത്തില്ല, ഡാമേജസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഇഫ് ദ ബയർ ബിക്കം ഇൻസോൾവെന്റ് ബിഫോർ ഹി പേ ദി ഗുഡ്സ് ദ സെല്ലർ ക്യാൻ ക്ലെയിം റേറ്റബിൾ ഡിവിഡൻഡ് ഫോർ ദി പ്രൈസ് ഡ്യൂ. അതായത് ഈ ബയ്യർ പൈസ അടയ്ക്കുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞാൽ കുറച്ചൊരു എമൗണ്ട് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി, ബാക്കിയുള്ള പൈസ കൊടുക്കാനായിട്ടുള്ള സാവകാശം കിട്ടിയില്ല, അതിന് മുന്നേ ഈ ബയ്യർ ഇൻസോൾവെന്റ് ആയിട്ട് ബയ്യറിനെ പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സെല്ലറിനെ സംബന്ധിച്ച് ഒരു റേറ്റബിൾ ഡിവിഡൻഡ്, ഒരു ചെറിയൊരു എമൗണ്ട് ഇയാളിൽ നിന്ന് എന്ത് ചെയ്യും, റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിനകത്ത് പറയുന്നത് ഇഫ് ദ ബയർ ബിക്കം ഇൻസോൾവെന്റ് ദ സെല്ലർ മേ റെഫ്യൂസ് ടു ഡെലിവർ ദി ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. ഒരു എഗ്രിമെന്റ്, നമ്മൾ ഒരാടുത്ത് ഒരു കടയിൽ ചെന്നിട്ട് ഇന്ന ഗുഡ്സ് ഞാൻ വാങ്ങിക്കോളാം എന്ന് വന്ന് പറഞ്ഞിട്ട് പോവാണ്, നമ്മൾ പെട്ടെന്ന് ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ സെല്ലറിനെ സംബന്ധിച്ച് ആ ഗുഡ്സ് ബയറിന് ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം ബയർ ഇൻസോൾവെന്റ് ആയി, പിന്നെ ഒരിക്കലും അയാളിൽ നിന്ന് പൈസ കിട്ടത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ആ ഗുഡ്സ് സെല്ലർ ബയറിന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ലാസ്റ്റ് പറയുന്നത് സെല്ലർ ഇൻസോൾവെന്റ് ആയ, ഇപ്പൊ ബയർ ഇൻസോൾവെന്റ് ആവുന്ന കേസാണ് പറയുന്നത്. സെയിലിനെ സംബന്ധിച്ച് ബയർ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ ബയറിന്റെ കയ്യിൽ നിന്നൊരു റേറ്റബിൾ ഡിവിഡൻഡ് മാത്രം ക്ലെയിം ചെയ്യാം. എഗ്രിമെന്റ് ടു സെല്ലിനകത്ത് ബയർ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ സെല്ലറിന് ആ ഗുഡ്സ് ബയറിന് കൊടുക്കാതെ അത് ആ ഡെലിവറി തന്നെ റെഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
എന്നാൽ സെല്ലർ ഇൻസോൾവെന്റ് ആവുകയാണെങ്കിൽ സെയിൽസിനകത്ത് ബയറിനെ സംബന്ധിച്ച് ആ ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കടയിൽ ചെന്ന് ഒരു ഗുഡ്സ് ഇഷ്ടപ്പെട്ടു, പൈസ കൊടുത്ത് വാങ്ങിയ കടയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. സെല്ലർ പെട്ടെന്ന് എന്തായി ഇൻസോൾവെന്റ് ആയി പോവുകയാണെങ്കിൽ ഒരു ബയർ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ റിസീവറിൽ നിന്ന് പോലും ആ ഗുഡ്സ് വാങ്ങിക്കാം. കാരണം ഇത് എൻ്റെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ആയതുകൊണ്ട് അത് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിനകത്ത് പറയുന്നത് ഇഫ് ദ സെല്ലർ ബിക്കം ഇൻസോൾവെന്റ് ദി ബയർ ഹു ഹാസ് പെയ്ഡ് ദി പ്രൈസ് ക്യാൻ ഓൺലി ക്ലെയിം റേറ്റബിൾ ഡിവിഡൻഡ്. അപ്പം ഞാൻ എന്താണ് ഈ പറയുന്ന പോലെ ചെറിയ രീതിയിൽ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അഡ്വാൻസ് അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്താണ് ഒരു റേറ്റബിൾ ഡിവിഡൻഡ് സെല്ലറിന്റെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് സെയിലും എഗ്രിമെന്റ് സെല്ലിനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എല്ലാ കോൺട്രാക്റ്റിലും പറയുന്നത് പോലെ ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിലിനും കുറച്ച് എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് വേണ്ടുന്ന എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റിനും എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്, അതേപോലെ കോൺട്രാക്റ്റ് ഓഫ് സെയിലിനും എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. 6 പോയിന്റുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. The legal definition of the term contract of sale reveals certain essential elements of a contract of sale. They are discussed as under and are necessary for the valid contract of sale. അപ്പം നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനെ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് എല്ലാ കോൺട്രാക്റ്റുകൾക്ക്, അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടുന്ന എന്തെല്ലാം എസെൻഷ്യൽ എലമെന്റ്സ് ആണോ ആ എസെൻഷ്യൽ എലമെന്റ്സ് എല്ലാം തന്നെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനും ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി ഫുൾഫിൽഡ്. നമ്മൾ വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ച കാര്യമാണ്. ഒരു 12 പോയിന്റ്. ആ 12 പോയിന്റിൽ പറയുന്നത്, അതായത് എന്താണ് പിന്നെ എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡറേഷൻ വേണമെന്നും പിന്നെ എന്താണ് ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, അങ്ങനെ കുറേ പോയിന്റ്സുകൾ പറഞ്ഞു. അതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ഫുൾഫിൽ ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ലൈക്ക് ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, കൺസിഡറേഷൻ, കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടി എക്സെട്ര. അപ്പോൾ നമ്മുടെ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടുന്ന പിന്നെ കൺസിഡറേഷൻ, പിന്നെ ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനും ഉണ്ടായിരിക്കണം. If any of the essential elements of a valid contract is missing, the contract of sale will not be valid. അപ്പോൾ ഈ പറഞ്ഞ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടുന്ന എസെൻഷ്യൽ എലമെന്റ്സിൽ എന്തെങ്കിലും ഒന്ന് ഇതിനെ മിസ്സായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ രണ്ടാമത് പറയുന്നത് there must be 2 parties to the contract of sale. കോൺട്രാക്ട് ഓഫ് സെയിൽ ആവണമെങ്കിൽ അവിടെ 2 പാർട്ടീസ്, അതായത് ഒരു സെല്ലറും വേണം ഒരു ബയറും വേണം. അതാണ് രണ്ടാമത്തെ എസെൻഷ്യൽ എലമെന്റ്. In order to constitute a valid contract of sale, there must be 2 parties. They are the seller and buyer. അപ്പം ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ 2 വ്യക്തികൾ ഉണ്ടായിരിക്കണം. ആ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഒരാൾ സെല്ലറും മറ്റൊരാൾ ബയറും ആയിരിക്കണം. The reason is that in the contract of sale, the ownership of the goods has to pass from one person to another. So the seller and buyer must be 2 different persons. എന്തുകൊണ്ടാണ് ഇവിടെ 2 പാർട്ടീസ് വേണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാർട്ടിയുടെ ഓണർഷിപ്പിലെ ഗുഡ്സ് മറ്റൊരു പാർട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, എന്നാലേ നമുക്കതിനെ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സിന്റെ ഓണർഷിപ്പ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പാസ് ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് പേഴ്സൺസും ആയിരിക്കണം. പിന്നെ പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. മൂവബിൾ ഗുഡ്സ് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറഞ്ഞിരുന്നു. മൂവബിൾ ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയും പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. It is an essential element of a contract of sale that the subject matter of the contract of sale must be movable goods. Goods means every kind of movable and eating goods. ഇനി ഏതൊക്കെ ഗുഡ്സ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് സ്റ്റോക്ക് ആവാം, ഷെയർ ആവാം, ഗ്രോയിങ് ക്രോപ്സ് ഗ്രാസ് ആവാം, കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പം ഇങ്ങനെയുള്ള ഗുഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. It is to be noted that the goods does not include immovable property. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ഈ പറഞ്ഞ ഗുഡ്സിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഗുഡ്സ് ചുരുക്കം പറഞ്ഞാൽ എന്തായിരിക്കണം, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം എന്ന് അർത്ഥം.
അപ്പം 3 പോയിന്റാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ് ഒരു വാലിഡ് കോൺട്രാക്റ്റും ഇടുന്ന എല്ലാ എസൻഷ്യൽ എലമെന്റ്സും ഉണ്ടായിരിക്കണം, പിന്നെ 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം, പിന്നെ 3 പറഞ്ഞ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. ദെൻ 4ാമത്തെ പോയിന്റ് പറയുന്നത് ദി ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ സെല്ലറിന്റെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ബയ്യറിന്റെ ഓണർഷിപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. In every contract of sale, the ownership of the goods must be transferred by the seller to the buyer, or there should be an agreement by the seller to transfer the ownership to the buyer. ഒന്നുകിൽ ഗുഡ്സ് സെല്ലർ ബയറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുകയോ വേണം. നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ ഒന്നേ സെയിലോ അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു സെല്ലാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ആയിരിക്കണം. However, the physical delivery of the goods is not essential. If the title in the goods has been transferred to the buyer, it will be valid contract of sale. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സിന്റെ പൊസഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഓണർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു ഗുഡ്സ് ഞാൻ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ അവകാശമാണ് ഇവിടെ ട്രാൻസ്ഫർ. എന്നാൽ മാത്രമേ നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഗുഡ്സ് ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതിൽ കാര്യമില്ല. ആ ഗുഡ്സിന്റെ അവകാശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. അടുത്ത പോയിന്റ് പറയുന്നത് 5ാമത്തെ പോയിന്റ് പറയുന്നത് there must be some price for the goods. നമ്മളിവിടെ പറഞ്ഞു എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ, അതായത് ഗുഡ്സ് സെല്ലറിന്റെ കയ്യിലുള്ള ഗുഡ്സ് ബയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പൈസയ്ക്ക് ആയിരിക്കണം, അവിടെ ഒരു പ്രൈസ്, ആ ഗുഡ്സിന്റെ ഒരു വില തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ an essential element of a contract of sale. According to this element, the goods must be sold for some price. ഇവിടെ സെല്ലർ ബയറിന് ഗുഡ്സ് കൊടുക്കുന്നത് ഒരു വിലയ്ക്കായിരിക്കണം, എന്തെങ്കിലും ഒരു വിലയ്ക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. Price is the money consideration for a contract of sale where the ownership of the goods is transferred for any consideration other than the money that will not be a sale. Where the goods are exchanged for goods, it is not a sale but barter. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു പ്രൈസ്, ഒരു മണി കൺസിഡറേഷൻ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. പണത്തിന് പകരം വേറെ എന്തെങ്കിലും ഗുഡ്സ് ആണ് നമ്മൾ, ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങിക്കണം, അതിന് നമുക്ക് സെയിൽ എന്ന് പറയാൻ സാധിക്കത്തില്ല. നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം ഒക്കെ അല്ലെ, ഒരാൾ കയ്യിലുള്ള ഒരു ഗുഡ്സ് കൊടുത്തിട്ട് മറ്റേയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ ഇല്ലാത്ത ഗുഡ്സ് വാങ്ങിക്കും, അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നത്, നമ്മൾ പൂർണ്ണമായിട്ടും പൈസയ്ക്ക് പകരം മറ്റൊരു ഗുഡ്സ് കൊടുത്തിട്ട് ഈ ഗുഡ്സ് വാങ്ങിക്കാൻ നിന്നാൽ അതിനെ സെയിൽ എന്ന് പറയാൻ പറ്റില്ല, അതിനെ ബാർട്ടർ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം കുറച്ച് ഗുഡ്സും ബാക്കി ക്യാഷും ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം ഇത്രയുമാണ് പിന്നെ 5ാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ സെല്ലർ ഗുഡ്സ് കൊടുക്കുമ്പോൾ ബയർ അതിന് തുല്യമായിട്ടുള്ള പൈസ കൊടുത്തിരിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഒന്നിൽ വാക്കാൽ പറയുകയോ അല്ലെങ്കിൽ റിട്ടേൺ എഴുതി തയ്യാറാക്കപ്പെട്ടതോ ആയിരിക്കണം. അങ്ങനെ 6 കാര്യങ്ങളാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന എസെൻഷ്യൽ എലമെന്റ്സ്. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്സാവുകയാണെങ്കിൽ നമുക്കിതിനെ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിലാണ്. നമ്മൾ ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഗുഡ്സിൻ്റെ കാര്യമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സബ്ജക്റ്റ് മാറ്റർ എന്തായിരിക്കണം, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കാൻ നോക്കാം. ഗുഡ്സ് ഫോം ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. According to section 2, subsection 7, goods means every kind of movable property other than actionable claims and money, and includes stock and shares, growing crops, grass and things attached to and forming part of land, which are agreed to served before sale or under the contract of sale. Things like water, gas, copyright, trademark, electricity, etc. are goods. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. മൂവബിൾ ഗുഡ്സ് ആയിട്ടുള്ള ക്രോപ്സ്, ഷെയർ, അങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആവാം. Then an actionable claim is something which can only be enforced by action in court of law. A debt due from one person to another is an actionable claim and it cannot be brought or sold as goods. അതായത് ചില കാര്യങ്ങൾ കോടതിയുടെ വിധി വന്നാൽ മാത്രമേ നമുക്കത് അവകാശപ്പെടാൻ പറ്റൂ. അങ്ങനെയുള്ള ഗുഡ്സുകൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കേസിൽ കിടക്കുന്ന ഗുഡ്സ് ഒക്കെ ആണെന്ന് ഇരിക്കട്ടെ, അതിൻ്റെ ഓണർഷിപ്പിനെ ചൊല്ലിയോ അങ്ങനെ എന്തെങ്കിലും കേസിൽ കിടക്കുന്ന ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ പറഞ്ഞ കോൺട്രാക്ട് ഓഫ് സെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ തന്നെ
അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സാണ് നമുക്ക് വിൽക്കാനോ വാങ്ങാനോ സാധിക്കത്തില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ മൂവബിൾ ഗുഡ്സ് ആണ് ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഈ മൂവബിൾ ഗുഡ്സിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, മറ്റൊന്ന് ഫ്യൂച്ചർ ഗുഡ്സ്, മറ്റൊന്ന് കണ്ടിജന്റ് ഗുഡ്സ്. ഈ 3 തരത്തിലുള്ള ഗുഡ്സ് ആണുള്ളത്. മൂവബിൾ ഗുഡ്സ് ആണെങ്കിൽ തന്നെ ആ മൂവബിൾ ഗുഡ്സിനെ 3ആയിട്ട് പറയുന്നുണ്ട്. അതിലെ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ വീണ്ടും 3ആയിട്ട് പറയുന്നുണ്ട്. അസർറ്റൈൻഡ്, അൺഅസർറ്റൈൻഡ്, ദെൻ സ്പെസിഫിക്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് നോക്കാം. ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദി സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. ഒരു ബയ്യറും സെല്ലറും തമ്മിൽ കോൺട്രാക്ട് നടത്തുന്ന ആ സമയം നിലവിലുള്ള ഗുഡ്സ്, അതായത് ആ സമയത്ത് ആ ഗുഡ്സ് ആക്ച്വലി ഉണ്ട്, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഓണർഷിപ്പും അതുപോലെ തന്നെ അതിൻ്റെ കൈവശ അവകാശമൊക്കെ സെല്ലറുടെ തന്നെ ഉണ്ടെങ്കിൽ, സെല്ലറിന്റെ കൈവശാവകാശത്തിലും അതുപോലെ തന്നെ സെല്ലറിന്റെ ഓണർഷിപ്പ് ഉടമസ്ഥത അവകാശത്തിലൊക്കെ ഉള്ളൊരു ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സിസ്റ്റിംഗ് ഗുഡ്സ്, അപ്പോൾ ഇപ്പോഴും നിലവിലുള്ള ഗുഡ്സ് എന്ന് പറയാൻ സാധിക്കും. Sometimes the seller may be in possession but may not be the owner of the goods. Where the existing goods are the subject matter of the contract, they will be in actual existences. In the present, sales can be made only if the subject matter having actual existence. അപ്പോൾ ഇവിടെ പറയുന്നത് ചില സമയത്ത് സെല്ലറിന്റെ കൈവശമുള്ള ഗുഡ്സ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഉടമസ്ഥത അവകാശം വേറെ ആളുകളാണ്. അങ്ങനെയുള്ള ഗുഡ്സിനെ അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ആക്ച്വലി അത് ഉണ്ടായിരിക്കണം. അങ്ങനെ നിലവിലുള്ള അതിന്റെ ഓണർഷിപ്പും പൊസഷനും ഒക്കെ സെല്ലറിന്റെ കയ്യിൽ തന്നെയാണ്. അതായത് ഒരു ബയ്യർ വന്ന് അത് ആ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ ആ ഗുഡ്സ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ വീണ്ടും 3ആയിട്ട് തിരിക്കുന്നുണ്ട്. സ്പെസിഫിക്, അസർറ്റൈൻഡ്, അൺഅസർറ്റൈൻഡ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. അതായത് നമ്മൾ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയം തന്നെ നമ്മൾ ഇന്ന ഗുഡ്സ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം, സ്പെസിഫൈ ചെയ്ത് പറയണം. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ സമയത്ത് തന്നെ എന്താണ് ആ ഗുഡ്സിന് കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നമ്മൾ ഇന്ന ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കണം. അതാണ് സ്പെസിഫിക് ഗുഡ്സ്. ആക്ച്വലി നമ്മളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ദെൻ അസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ഗുഡ്സ് ഐഡന്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എഗ്രിമെന്റ് ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്. അസർറ്റൈൻഡ് ഗുഡ്സ് ആർ സംടൈംസ് യൂസ്ഡ് ആസ് എ സ്പെസിഫിക് ഗുഡ്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് ദ സെയിം. അതായത് അസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു, ഇന്ന ഗുഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല. എനിക്ക് എന്താണ് ഗുഡ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ എഗ്രിമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് അസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗുഡ്സ് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ ഇന്ന ഗുഡ്സ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. ഒരേപോലത്തെ കുറേ ഗുഡ്സ് ഉണ്ട്, അതിനകത്ത് ഇന്നത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നെങ്കിൽ അതിനെ സ്പെസിഫിക് ഗുഡ്സ് എന്നും. അസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ ഒരുപാട് ഗുഡ്സ് ഉണ്ട്, നമ്മളപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം മതി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ അതിനകത്ത് നിന്ന് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യുന്നു. അതാണ് അസർറ്റൈൻഡ് ഗുഡ്സ്. ദെൻ അൺഅസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ these are the goods which are not identified and agreed upon at the time of contract of sale. They are defined by descriptions or even by samples. The seller in the case of a contract for the sale unascertained goods has been optioned rather than the right to supply goods of the kinds and quality contracted for. എന്നാൽ അൺഅസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ മാത്രം കണ്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് ഗുഡ്സ് അങ്ങ് ഓർഡർ ചെയ്യുകയാണ്. നമ്മളത് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സാമ്പിൾ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ അതേ ഫീച്ചർ കാണുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കുറേ ഗുഡ്സ് നമ്മളിങ്ങനെ വാങ്ങിക്കും. അതാണ് അൺഅസർറ്റൈൻഡ് ഗുഡ്സ്. അപ്പം ഇത് മൂന്നുമാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സിൻ്റെ. ഈ 3 കാര്യത്തിലായാലും ആ ഗുഡ്സ് എന്തായിരിക്കണം, എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ എഗ്രിമെൻ്റ് സമയത്ത് തന്നെ ആ ഗുഡ്സിനകത്ത് നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിൻ്റെ ഫീച്ചറൊക്കെ നോക്കി ഒരേപോലത്തെ ഗുഡ്സ് ആണെങ്കിൽ തന്നെ അത് ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് ഇന്ന ഗുഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അതിനെ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നു. അസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ഗുഡ്സ് വേണമെന്ന് പറയുകയാണ്. എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെൻ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് നോക്കി എടുക്കുന്നു. അതാണ് അസർറ്റൈൻഡ് ഗുഡ്സ്. അൺഅസർറ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാമ്പിൾ കണ്ടിട്ടാണ് നമ്മൾ അതിന് ഓർഡർ കൊടുക്കുന്നത്. നമ്മൾ എന്താണ് അത് പ്രത്യേകം സെലക്ട് ചെയ്യുകയോ അങ്ങനൊന്നും ചെയ്യുന്നത്. ഇന്ന ഗുഡ്സ് വേണം എന്ന് പറയുന്നു, അതിൻ്റെ സാമ്പിൾ നോക്കിയിട്ട് നമ്മൾ ഒരെണ്ണം നേരിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സിൻ്റെ ടൈപ്പ്. ഇനി അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷനകത്ത് പറയുന്നതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. നമ്മുടെ ഗുഡ്സ് തന്നെ എക്സിസ്റ്റിംഗ്, ഫ്യൂച്ചർ, കണ്ടിജന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എക്സിസ്റ്റിംഗ് കഴിഞ്ഞു, ഇനി പറയാനുള്ളത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്.
ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് എ സെല്ലർ ഡസ് നോട്ട് possess at the time of the contract but which will be manufactured, produced or acquired by him after making the contract of sale. A contract for the sale of future goods is an agreement to sell and not sale. ഫ്യൂച്ചർ ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ബയ്യർ കടയിൽ വന്നിട്ട് എനിക്ക് ഇന്ന സാധനം വേണം എന്ന് ഓർഡർ തരുമ്പോൾ ആ ഓർഡർ തന്നതിന് ശേഷം മാത്രം ആ ഗുഡ്സ് നിർമ്മിക്കുകയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഗുഡ്സാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചർ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ബയ്യർ എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ അതൊരിക്കലും സെയിൽ അല്ല, എഗ്രിമെന്റ് ടു സെല്ലാണ്. കാരണം ബയ്യറിന്റെ എഗ്രിമെന്റിന് ശേഷം മാത്രമാണ് ആ ഗുഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നത് ഫ്യൂച്ചറിലും ആയതുകൊണ്ട് നമുക്കതിനെ ഫ്യൂച്ചർ ഗുഡ്സ് എന്നും പറയാം, ആ കോൺട്രാക്ടിനെ എഗ്രിമെന്റ് ടു സെൽ എന്നും പറയാം. പിന്നെ കണ്ടിജന്റ് ഗുഡ്സ് ആണ്. കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഫ്യൂച്ചർ ഗുഡ്സിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് തന്നെയാണ്. ദി അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടിജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ. സച്ച് കോൺട്രാക്ട് ഗിവ് നോ റൈറ്റ് ഓഫ് ആക്ഷൻ ഇഫ് ദ കണ്ടിജന്റ് ഡസ് നോട്ട് ഹാപ്പൻ. കണ്ടിജന്റ് ഗുഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഗുഡ്സ് എത്താൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഓർഡർ കൊടുത്തു, ആ ഗുഡ്സ് ഷിപ്പ് മാർഗം വഴി എത്തുന്നതേ ഉള്ളെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഷിപ്പ് ഇവിടെ എത്തിയാൽ മാത്രമേ ആ ഗുഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെ ഒരു ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ മാത്രം കണ്ടിജന്റ് ആണ്, എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മുൻകൂട്ടി സംഭവിക്കുമോ എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് എത്തിയാൽ ആ ഷിപ്പ് ഇവിടെ അറൈവ് ആയാൽ മാത്രമേ നമുക്ക് ആ ഗുഡ്സ് കൊടുക്കാൻ പറ്റൂ. അതാണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. കാരണം ആ ഗുഡ്സ് ഇനി എത്തിച്ചേർന്നിട്ടില്ല, ചിലപ്പോഴേ എത്തിച്ചേരും, നമുക്കൊരു ഉറപ്പില്ലാത്ത ഗുഡ്സാണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ, കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻസ്. പ്രധാന ക്ലാസിഫിക്കേഷൻ ആണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, പിന്നെ ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജന്റ് ഗുഡ്സ്. ഇത്രയും ആയപ്പോൾ നമ്മളുടെ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ സബ്ജക്റ്റ് മാറ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ്, അത് അടുത്ത വീഡിയോയിൽ